ഓക്കെ, നമ്മുടെ പോർഷൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആ ലാസ്റ്റ് പേജിലുള്ള കുറച്ച് ടോപ്പിക് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? ലാസ്റ്റ് പേജ് കോമൺ പൊട്ടൻഷ്യൽ, അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഫുള്ള് ന്യൂമറിക്കൽസ് നോക്കാം. ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ മിസ്? ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, കോമൺ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ ടോപ്പിക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല, പക്ഷെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡി ആയിരിക്കണം. അതുകൊണ്ട് എടുക്കണമെന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആ ഫസ്റ്റ് ഫിഗർ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു കണ്ടക്ടർ, ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. അതിന്റെ കപ്പാസിറ്റൻസ് C1, പൊട്ടൻഷ്യൽ V1, ചാർജ് Q1. അതുപോലെ തന്നെ അടുത്തൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ചാർജ് Q2, കപ്പാസിറ്റൻസ് C2, പൊട്ടൻഷ്യൽ V2. ഓക്കെ, ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഇത് തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല. അതാണ് നമ്മൾ ബിഫോർ കണക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ആ ഫിഗർ. ഒന്നും നോക്കണ്ട, ജസ്റ്റ് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, അതിൽ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. അതിന്റെ കപ്പാസിറ്റൻസ് C1, പൊട്ടൻഷ്യൽ V1, ചാർജ് Q1. അടുത്ത ഒരെണ്ണം ഉണ്ട്, കപ്പാസിറ്റൻസ് C2, പൊട്ടൻഷ്യൽ V2, ചാർജ് Q2. ഇത് തമ്മിൽ പ്രത്യേകിച്ച് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, ഇത് ബിഫോർ കണക്ഷൻ ആയിട്ടുള്ള ഫിഗർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ കണക്ട് ചെയ്യാൻ പോവാം. ഇതിനെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യും. C1, C2, Q2, V. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ രണ്ടിന്റെയും സെയിം ആയി. അതെങ്ങനെയാ സെയിം ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഹയർ പൊട്ടൻഷ്യലും ഒരാൾക്ക് ലോവർ പൊട്ടൻഷ്യലും ആയിരിക്കും. നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കൂടിയ ആളിൽ നിന്ന് ചാർജ് കുറഞ്ഞതിലേക്ക് ഫ്ലോ ചെയ്യും. എന്നിട്ട് കോമൺ പൊട്ടൻഷ്യൽ ആവും. ഇതിന് രണ്ടിനും കൂടി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കോമൺ പൊട്ടൻഷ്യൽ ആവും. നിങ്ങൾ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാ? ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് പോകും. എപ്പോ വരെ ഫ്ലോ ചെയ്യും? ടെമ്പറേച്ചർ രണ്ടിന്റെയും സെയിം ആകുന്നത് വരെ ഫ്ലോ ചെയ്യും. ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ ആർക്കാണോ ഇതിൽ പൊട്ടൻഷ്യൽ കൂടിയത് അയാളിൽ നിന്ന് ചാർജ് ഫ്ലോ ചെയ്യും. ഓക്കെ, രണ്ടും സെയിം ആവുന്നത് വരെ ഫ്ലോ ചെയ്ത് ഇതിന് രണ്ടിനും എന്ത് കിട്ടും? കോമൺ പൊട്ടൻഷ്യൽ കിട്ടും. അതാണ് നമുക്ക് കൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ചാർജ് എഴുതാം. Q1 is equal to C1 V1, Q2 is equal to C2 V2. After connection, Q1 equal to C1V, Q2 equal to C2V. Q1 dash Q2 dash എന്ന് ഓർത്താൽ മതി. എഴുതി പോയിക്കോ. വരച്ചു വെച്ചോ. ജസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഓൺലൈൻ ഉള്ളവർക്ക് ക്ലിയർ അല്ലേ? ബോർഡ് ക്ലിയർ അല്ലേ? അനന്തു, സ്വാതി, സെബിൻ, അമർ. ഇത് മനസ്സിലായില്ലേ? എങ്ങനെയാണ് പൊട്ടൻഷ്യൽ സെയിം ആയത്, കോമൺ പൊട്ടൻഷ്യൽ വന്നതെന്ന് മനസ്സിലായില്ലേ? ചാർജ് ഫ്ലോ ചെയ്ത് ഒരെണ്ണത്തിൽ നിന്ന് കൂടിയത് ആർക്കാണോ പൊട്ടൻഷ്യൽ ഹൈ ആയിട്ടുള്ളത് അയാളിൽ നിന്ന് മറ്റേതിലേക്ക് ചാർജ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ പൊട്ടൻഷ്യൽ രണ്ടും സെയിം ആവും. ഓക്കെ, ആ തെർമോഡൈനാമിക്സിന്റെ കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഏകദേശം ഐഡിയ ക്ലിയർ ആവും. എഴുതിയാ? നിങ്ങൾ മനസ്സിലാക്കി വരക്കട്ടെ. എന്നിട്ട് സ്വന്തമായിട്ട് എഴുതി നോക്കേ. ബോർഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കുക. ഓക്കെ, എഴുതിയാ? വായിച്ചോട്ടെ.
ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? കോമൺ പൊട്ടൻഷ്യൽ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കൺസർവേഷൻ ഓഫ് ചാർജ് വെച്ച് നമുക്ക് പറയാം ബിഫോർ കണക്ഷൻ ഈക്വൽ ടു ആഫ്റ്റർ കണക്ഷൻ. അപ്പൊ ടോട്ടൽ ചാർജ് ബിഫോർ കണക്ഷൻ Q1 പ്ലസ് Q2 ഈക്വൽ ടു ആഫ്റ്റർ കണക്ഷൻ ടോട്ടൽ ചാർജ് Q1 ഡാഷ് പ്ലസ് Q2 ഡാഷ് ഈക്വൽ ടു Q1 നമ്മൾ എന്താ എഴുതിയത്? Q1 എന്തായിരുന്നു എഴുതിയത്? C1V1 പ്ലസ് Q2 C2V2 ഈക്വൽ ടു ആഫ്റ്റർ കണക്ഷൻ ചാർജ് എങ്ങനെയായി? Q1 ഡാഷ് ഈക്വൽ ടു C1V പ്ലസ് C2V. C1V1 പ്ലസ് C2V2 ഈക്വൽ ടു, ഇത് നമുക്ക് V കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ, V ഇൻറ്റു C1 പ്ലസ് C2. ദെൻ കോമൺ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് കോമൺ പൊട്ടൻഷ്യൽ വിയുടെ ഇക്വേഷൻ. എഴുതിയാ? ഓക്കെ, ഇനി അടുത്തത് എനർജി ലോസ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എനർജി ലോസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇപ്പൊ ചാർജ് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഇപ്പൊ ഒരു പൊട്ടൻഷ്യലിൽ നിന്ന് മറ്റൊരു പൊട്ടൻഷ്യലിലേക്ക് ചാർജ് പോയി കഴിയുമ്പോഴത്തേക്കാണ് അത് കോമൺ പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു എനർജി ലോസ് ഉണ്ടാവും. ഒരെണ്ണത്തിൽ ചാർജ് ഇവിടെ ഡിവൈഡ് ചെയ്ത് പോണില്ലേ, ചാർജ് ഫ്ലോ ചെയ്യണേണ്. ഇപ്പൊ കൂടിയത് ആർക്കാണോ, പൊട്ടൻഷ്യൽ കൂടിയത് ആർക്കാണോ അയാളിൽ നിന്ന് മറ്റേതിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ പൊട്ടൻഷ്യൽ സെയിം ആയി കോമൺ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇങ്ങനെ ചാർജ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ടാവും? ഒരു എനർജി ലോസ് ഉണ്ടാവും. എനർജി ലോസ് എന്തിന്റെ ഫോമിലായിരിക്കും? എനർജി ലോസ് എന്തിന്റെ ഫോമിലായിരിക്കും? ഹീറ്റിന്റെ ഫോമിലായിരിക്കും എനർജി ലോസ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എനർജി ലോസ് ആണ് അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഴുതിക്കോ, എനർജി ലോസ്. എനർജി ലോസ്. ഓക്കെ, ഇതിന് ഫസ്റ്റ് നമ്മൾ ബിഫോർ കണക്ഷൻ ഒന്ന് ആലോചിക്കണം കേട്ടോ. ബിഫോർ കണക്ഷൻ നമ്മുടെ എനർജി എങ്ങനെയായിരിക്കും? U is equal to half C1V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2V2 സ്ക്വയർ. ഓക്കെ, ബിഫോർ കണക്ഷൻ ആ ഡയഗ്രാം ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം എനർജി എഴുതാൻ. U ഈക്വൽ ടു ഹാഫ് C1V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2V2 സ്ക്വയർ. Then after connection, half C1 V square plus half C2 V square. Okay, ഇവിടെ നമുക്ക് V സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 1/2 C1 പ്ലസ് C2 ഇൻറ്റു V സ്ക്വയർ. ഓക്കെ, ദെൻ ഈ വിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, കോമൺ പൊട്ടൻഷ്യൽ. ഓക്കെ, അത് വെച്ച് നമുക്ക് വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 1/2 C1 പ്ലസ് C2 ഇൻറ്റു വിയുടെ വാല്യൂ എത്രയായിരുന്നു? വി നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച എത്രയായിരുന്നു? C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ കണ്ട്, അത് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ബിഫോർ കണക്ഷനും എനർജി കിട്ടിയിട്ടുണ്ട്, ആഫ്റ്റർ കണക്ഷനും എനർജി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എനർജി ലോസ്. ഇവിടെ എനർജി എത്രത്തോളം ലോസ് ആയി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു U1 മൈനസ് U2.
എനർജി ബിഫോർ കണക്ഷനിൽ നിന്ന് എനർജി ആഫ്റ്റർ കണക്ഷൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് മായ്ച്ചോട്ടെ എന്നാ, ഇത്രയും കഴിഞ്ഞ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു u1 മൈനസ് u2. ചെയ്തു പോയിക്കോട്ടെ. u1 എത്രയായിരുന്നു? ഹാഫ് എത്രയായിരുന്നു? u1 ആ എഴുതി വെച്ചത് വെച്ച് ചെയ്ത് പോയിക്കോ. ഹാഫ് c1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് c2 v2 സ്ക്വയർ മൈനസ് u2 നമ്മൾ എത്രയായിരുന്നു കണ്ടുപിടിച്ച് വെച്ചത്? ഹാഫ് ഇൻറ്റു c1 പ്ലസ് c2 ഇൻറ്റു c1 v1 പ്ലസ് c2 v2 ഡിവൈഡഡ് ബൈ c1 പ്ലസ് c2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഓക്കെ അല്ലേ? ഇത്രയും. ഇത് നമ്മൾ ബിഫോർ കണക്ഷൻ എനർജി കണ്ടുപിടിച്ചത്, ഇത് നമ്മൾ ആഫ്റ്റർ കണക്ഷൻ എനർജി കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. ഹാഫ് കോമൺ ആയിട്ട് എടുത്തു. ദെൻ c1 v1 സ്ക്വയർ പ്ലസ് c2 v2 സ്ക്വയർ മൈനസ് ഇത് നോക്കിക്കേ, ഇവിടെ ഒരു c1 പ്ലസ് c2 ഉണ്ട്, ഇവിടെ c1 പ്ലസ് c2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഓരോന്ന് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ബാക്കി വന്നത് ഈ ഒരു ടേം മാത്രം വരും. c1 v1 പ്ലസ് c2 v2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ c1 പ്ലസ് c2. ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഒരു ടേം. നമുക്കിനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. c1 v1 പ്ലസ് c2 v2 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. c1 സ്ക്വയർ v1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ v2 സ്ക്വയർ പ്ലസ് 2 c1 c2 v1 v2 ഡിവൈഡഡ് ബൈ c1 പ്ലസ് c2. ഓക്കെ, എന്തേ പോയാ വല്ലയിടത്തും? അല്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അവിടെ പോയി -1/2 എല്ലാത്തൊന്നും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. ആ ഈ c1 പ്ലസ് c2 ഈ c1 പ്ലസ് c2 ക്യാൻസൽ ആയി പോയി. അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഓക്കെ, ഇവിടത്തെയും ഇതും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. പിന്നെ ആകെ നമുക്ക് ഇവിടെ ഒരു c1 പ്ലസ് c2 ഉള്ളൂ. ഇതിന് നമ്മൾ ഹോൾ സ്ക്വയർ c1 v1 പ്ലസ് c2 v2 ദ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത്ര എഴുതട്ടെ. അത് കഴിഞ്ഞ ഡൗട്ട് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. എഴുതിയ അത്രയും. ഗൗരി എവിടെങ്കിലും സ്റ്റക്ക് ആവുമെങ്കിൽ പറയട്ടാ. ഇത്രയും കിട്ടിയാ? ഇത്ര ഓക്കെ ആണോ എടാ? എടാ ഇത്രയും കിട്ടിയാ? ഓക്കെ അല്ലേ? അതാ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇനി നമുക്ക് ഇതിന് LCM എടുക്കാം. 1/2 c1. ഈ c1 നമുക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഇതുകൊണ്ട് c1 സ്ക്വയർ v1 സ്ക്വയർ പ്ലസ് c1 c2 v2 സ്ക്വയർ പ്ലസ് അടുത്ത നമുക്ക് ഈ c2 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. c2 c1 v1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ v2 സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനാണ് c1 സ്ക്വയർ v1 സ്ക്വയർ മൈനസ് c2 സ്ക്വയർ v2 സ്ക്വയർ മൈനസ് 2 c1 c2 v1 v2 ഡിവൈഡഡ് ബൈ c1 പ്ലസ് c2. ഓക്കെ, അത് സ്വന്തമായിട്ടൊന്ന് സ്റ്റെപ്പ് നോക്കി ചെയ്താൽ മതി. കറക്റ്റ് സ്റ്റെപ്പ് നോക്കി ചെയ്തേ. ഈ c1 വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വരും? c1 സ്ക്വയർ v1 സ്ക്വയർ പ്ലസ് അടുത്തത് ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. c1 c2 v2 സ്ക്വയർ പ്ലസ് ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. c2 ഇൻറ്റു c1. അപ്പൊ c2 c1 v1 സ്ക്വയർ പ്ലസ് ദെൻ c2 സ്ക്വയർ അങ്ങനെ ചെയ്യാം. ഓക്കെ, എവിടെ എത്തി? ഇവിടെ വരെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഈ c1 കണ്ട, ഈ c1 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ c1 സ്ക്വയർ v1 സ്ക്വയർ
പ്ലസ് പിന്നെ ഈ C1 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ C1 C2 V2 സ്ക്വയർ പ്ലസ് പിന്നെ ഇതെടുക്കുക C2 C1 V1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ V2 സ്ക്വയർ. ദെൻ ഇത് അങ്ങനെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതും. ഓക്കെ, അത്ര എഴുതേ. എലിശ എഴുതി അത്രയും. ഇവിടം വരെ പോയി. ഏത് അത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഇവിടെയുള്ള പ്ലസ് ഒക്കെ എന്തായി, ഇവിടെ മൈനസ് ആയി, ഇവിടെ മൈനസ് ആയി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനി അടുത്ത സ്റ്റെപ്പ് എഴുതിക്കുക. ഈ C1 മൾട്ടിപ്ലൈ ചെയ്യുക ഇതുകൊണ്ടും ഇതുകൊണ്ടും. ഫസ്റ്റ് ഈ ടേമിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഇതിന് ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അത് തന്നെ എഴുതിയാടാ അത്രയും. സെലിന അവിടെ വരെ എത്തിയോ? എത്തിയാടാ? ഓക്കെ. പയ്യെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളവരെ ക്യാൻസൽ ചെയ്ത് കളയാം. C1 സ്ക്വയർ V1 സ്ക്വയറും പോയി, ഇതും പോയി. ദെൻ C2 സ്ക്വയർ അയ്യോ പോയല്ലോ, എവിടെയാടാ? ഓക്കെ, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഓക്കെ, C1 V1 സ്ക്വയറും C2 V2 സ്ക്വയറും നമ്മൾ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള നോക്കിക്കേ. ബാക്കിയുള്ള ടേംസ് C1 C2 V2 സ്ക്വയർ, C2 C1 V1 സ്ക്വയർ, പിന്നെ ഉള്ളത് ഈ ഒരു ടേം. ഇത്രയും ടേം ആണ് ബാക്കിയുള്ളത്. ഇതിൽ നോക്കിക്കേ, C1 C2 എല്ലായിടത്തും കോമൺ അല്ലേ? ഓക്കെ, C1 C2 എല്ലായിടത്തും കോമൺ. അപ്പൊ നമുക്ക് C1 C2 ഔട്ട്സൈഡ് എടുക്കാം. ബാക്കിയുള്ളത് ആരൊക്കെയാണ്? V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ മൈനസ് ഇവിടുത്തെ C1 C2 നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ആരൊക്കെയാ? 2V1 V2. ഓക്കെ, 2V1 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഒരു ഹാഫ് ഇൻറ്റു 1/2. ഓക്കെ, ഇത്ര ഓക്കെ ആയില്ലേ? നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ളത് C1. ഇത് നമ്മൾ ഇത്രയും ടേംസ് ബാക്കിയുണ്ട്. ഇതിൽ C1 C2 എല്ലായിടത്തും കോമൺ ആണ്. അത് നമ്മൾ പുറത്തേക്ക് എഴുതി. ബാക്കിയുള്ളത് V1 സ്ക്വയർ V2 സ്ക്വയർ മൈനസ് 2V1 V2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 1/2 C1 C2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ അല്ലേ ഇത്? അപ്പൊ നമുക്ക് അതിന് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഡൗട്ട് അല്ല, എങ്ങനെ എഴുതിക്കൂടെ? വേണ്ട അത്രയൊന്നും വേണ്ട. ഓക്കെ, എത്തിയാടാ അവിടെ വരെ? എവിടെ വരെ എത്തി? ഇത്ര എത്തിയാ? ഇത് എഴുതിയത് ശ്രദ്ധിച്ചാണോ എഴുതിയത്? വീട്ടിൽ പോയിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട്. നീ എത്തിയാ അവിടെ വരെ? കുഴപ്പമില്ലല്ലോ. ബോർഡിൽ നോക്കി എഴുതരുത് കേട്ടോ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു പോരെ, അല്ലെ കിട്ടില്ല. ഇതിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എക്സാമിന് പഠിക്കുമ്പോൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ടി വരും. എങ്ങാനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കി ഫൈനലിലേക്ക് എത്താം. ഓക്കെ, എത്തിയാ? ഇത്രയും കഴിഞ്ഞിട്ടില്ല. അനന്തു കഴിഞ്ഞോ? ഓക്കെ, എഴുതിക്കോ. നോക്കി പാർത്തി വെക്കല്ലേ. എഴുത്. കഴിഞ്ഞടുത്തത്. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഫുള്ള് ചെയ്യിപ്പിച്ചത്. ഓക്കെ, എക്സാമിനൊക്കെ ചെയ്ത് വരുമ്പോൾ ഡൗട്ട് വരരുത്. അതിന് വേണ്ടിയാണ് ഈ ഡെറിവേഷൻ ഫുള്ള് ചെയ്യിപ്പിച്ചത്. ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫൈനൽ ഇക്വേഷൻ ജസ്റ്റ് നോക്കി വെക്കുക. എക്സാമിന് ചോദിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം ഇതിന്റെ. ഓക്കെ, കൂടുതൽ ഇത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ആ ടോപ്പിക്ക് വന്നേക്കണത്. പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് ചോദിക്കുമെന്ന്. ഓക്കെ, അപ്പൊ എനർജി ലോസിന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതോടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് നോക്കാം.
ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. തിയറി പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. തിയറി പെർഫെക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ള മെറ്റീരിയൽ ഇല്ലേ അത് ഫുള്ള് നിങ്ങൾ പഠിച്ചിരിക്കണം, ഒന്നും വിടരുത്. അത് ഫുൾ അറിയാമെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിൽ ഓക്കെ ആണെന്ന് പറയാം. അത് കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടാവണം, ഒന്നും വിടരുത്. പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ആ ചാപ്റ്റർ സ്വന്തമായിട്ട് പറയാൻ ഒരു ഐഡിയ ഉണ്ടാവണം. ഇപ്പൊ ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് പറയാൻ റെഡി ആയിരിക്കണം ആ ചാപ്റ്ററിനെ പറ്റി. മെറ്റീരിയൽ ഒന്നും നോക്കാതെ തന്നെ പറയാൻ റെഡി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്റർ ഓക്കെ ആയെന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രം തിയറി പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രം ന്യൂമറിക്കൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ഓക്കെ, നമുക്ക് ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. എഴുതിക്കോ. A 4 microfarad capacitor, a 4 microfarad capacitor is charged by 200 volt. A 4 microfarad capacitor is charged by 200 volt supply. It is then it is then disconnected from the supply. It is then disconnected from the supply and connected to another uncharged disconnected from supply and connected to another uncharged 2 microfarad capacitor. എഴുതിയാത്രേ. How much electrostatic energy is lost in the form of heat? How much electrostatic energy is lost in the form of heat? Okay, another question vaikam. A 4 microfarad capacitor is charged by 200 volt supply. It is then disconnected from the supply and connected to another uncharged 2 microfarad capacitor. How much electrostatic energy is lost in the form of heat? Okay, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ സ്വന്തമായിട്ട്. എന്നിട്ട് അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതി വെക്കുക. ഇതിപ്പോ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായില്ലേ? എന്തായാലും കണ്ടുപിടിക്കണ്ടേന്ന് മനസ്സിലായില്ലേ? എനർജി ലോസ് നമ്മളിപ്പോ പഠിച്ച ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനില്? A 4 microfarad ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ, എന്തൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് എഴുതി വെക്കുക. A 4 microfarad capacitor is charged by 200 volt. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു പറയുന്നത്? ഇക്വേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇത്? ഇല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ആ ഇക്വേഷനൊക്കെ ഒന്ന് എഴുതി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇല്ല, വോൾട്ട് 2 വോൾട്ട് ഒരെണ്ണം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ V2 എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, C1 ഈക്വൽ ടു 4 മൈക്രോഫാരഡ്. മൈക്രോഫാരഡിനെ ഫാരഡിലേക്ക് ആക്കിക്കും. ഇൻറ്റു 10⁻⁻⁶. C1 ഈക്വൽ ടു 4 മൈക്രോഫാരഡ്. V1 ഈക്വൽ ടു എത്രയാ പറഞ്ഞിരിക്കുന്നത്? 4 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഇസ് ചാർജ്ഡ് ബൈ 200 വോൾട്ട്. അപ്പൊ V1 എത്രയാ പറഞ്ഞിരിക്കുന്നത്? 200 വോൾട്ട്. പിന്നെ അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ. സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അനദർ അൺചാർജ്ഡ് കപ്പാസിറ്റർ. അപ്പൊ C2 അടുത്ത കപ്പാസിറ്റർ ഏതാ പറഞ്ഞിരിക്കുന്നത്? 2 മൈക്രോഫാരഡ്. അവിടെ വോൾട്ട് ഉണ്ടാ, ഡിസ്കണക്ട് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ V2 എത്രയായിരിക്കും അവിടെ? 0 ആയിരിക്കും. എല്ലാം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 4 മൈക്രോഫാരഡിനെ ഫാരഡിലേക്ക് ആക്കാൻ എന്താണ്? ഇൻറ്റു 10⁻⁻⁶. 4 ഇൻറ്റു 10⁻⁻⁶. then 2 into 10⁻⁻⁶. then energy lost delta U is equal to 1/2 C1 C2. Question എന്താ? 1/2 C1 C2
v1 minus v2 the whole square divided by c1 plus c2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ. 1/2 ഇൻറ്റു c1 4 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു c2 2 ഇൻറ്റു 10⁻⁻6. ബോർഡിലേക്ക് നോക്കരുത് കേട്ടോ, സ്വന്തമായിട്ട് ചെയ്തു എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇൻറ്റു 10⁻⁻6 c1 plus c2 c1 plus c2 4 plus 2 10⁻⁻6 കോമൺ ആയിട്ട് എടുക്കുക ഇൻറ്റു v1 സ്ക്വയർ 200 സ്ക്വയർ. 10⁻⁻6 10⁻⁻6 ക്യാൻസൽ ആയി. 4 ഇൻറ്റു 2 8 8/2 4 4 divided by 4 plus 2 6 into 200 4 ഓക്കെ, സോൾവ് ചെയ്താൽ മതി. കിട്ടിയാകില്ലേ? നിങ്ങൾക്കിത് സോൾവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ന്യൂമറിക്കൽസ് സോൾവ് ചെയ്തെടുക്കുന്നതിൽ കാൽക്കുലേഷൻസ് ബുദ്ധിമുട്ടുണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ? പറഞ്ഞുതരാം. എവിടെ എത്തി നീ? ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞുതരാം. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ? കറക്റ്റ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരെ ഓക്കെ ആണല്ലോ. ഇനി ഇത് എത്രയാ? c1 എന്ന് പറയുന്നത് 4 ഇൻറ്റു 10⁻². ഇത് അപ്പം തന്നെ നമ്മളിപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ മൈക്രോ ഫാരഡ് ആണ്, അത് നമുക്ക് പറ്റില്ല, അത് നമ്മൾ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു 10⁻⁻6 ഫാരഡ് c1. c2 അതുപോലെ തന്നെ നമ്മൾ അപ്പം തന്നെ കൺവേർട്ട് ചെയ്യുക 2 ഇൻറ്റു 10⁻⁻6 ഫാരഡ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. c1 എഴുതി c2 എഴുതി, ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. c1 പ്ലസ് c2 പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളെ കോമൺ ആയിട്ട്, രണ്ടിനും 10⁻⁻6 ഉണ്ട്, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. 10⁻⁻6 10⁻⁻6 ക്യാൻസൽ ചെയ്തു. പിന്നെ നോക്കിക്കേ, പിന്നെ ബാക്കിയുള്ള നമുക്ക് ബാക്കി സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് ഉള്ളത്, അത് ക്യാൻസൽ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. 4 ഇൻറ്റു 2 8 അല്ലെ, 8 ഡിവൈഡഡ് ബൈ 2 4. ആ 4 ഞാനിവിടെ എഴുതി, ഡിവൈഡഡ് ബൈ, പിന്നെ ബാക്കിയുള്ളത് ആരാ ഇവിടെ ഉള്ളത്? 10⁻⁻6 മാത്രമുണ്ട്. ഇത് നമ്മൾ ചെയ്ത് 10⁻⁻6 അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഇവിടെ നോക്കിക്കേ, താഴെ നോക്കിക്കേ, 4 പ്ലസ് 2 6 4/6 ഇൻറ്റു ഇവിടെ നോക്കിക്കേ 200ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 40,000 അല്ലേ? അപ്പൊ സ്ക്വയർ ജസ്റ്റ് ഒന്നും നോക്കണ്ട, സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ 2ന്റെ സ്ക്വയർ 4 പ്ലസ് 4 സീറോസ് വരും അല്ലെ. ഇവിടെ 2 0 ഓൾറെഡി ഉണ്ട്, പിന്നെ മറ്റേ സ്ക്വയർ ചെയ്യുമ്പോൾ 2 സീറോസ് വരും. അപ്പൊ 40,000 വന്നിട്ട് അതിന് നമുക്കിപ്പോ 4 ഇൻറ്റു 1 2 3 4 സീറോസ് 10⁻4 എന്ന് എഴുതാല്ല, അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. 10⁻⁻6 10 ഓരോ സിമ്പിൾ സ്റ്റെപ്സ് നമ്മൾ സിമ്പിൾ സ്റ്റെപ്സ് ചെയ്ത് നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. 10⁻⁻6 പ്ലസ് 10⁻4 എന്ന് പറയുമ്പോൾ -6 പ്ലസ് 4 എത്രയാവും? -6 പ്ലസ് 4 എന്ന് പറയുമ്പോൾ -2 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 4/6 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു ഒരു 4 കൂടി എങ്ങനെ വന്നൂടാ 4. ഓക്കെ, ഇതിനെ നമുക്ക് 2/3 എന്ന് കൺവേർട്ട് ചെയ്യാമല്ലോ. 2/3 ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻2 4 ഇൻറ്റു 2 8 8/3 ഇൻറ്റു 10⁻⁻2 ജൂൾ. ഇതാണ് ഹീറ്റ്. എന്താണ്? 2 കുറവാ, നോക്കട്ടെ. ഇത് കോമൺ ആയിട്ട് എടുക്കാമല്ല. 4 പ്ലസ് 4 പ്ലസ് 2 10⁻⁻6 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാമല്ലോ, അഡീഷൻ അല്ലേ? 2 കോമൺ.
2 കോമൺ എടുക്കണ്ട, അത്രക്കൊന്നും പോകണ്ട. നമ്മൾ സിമ്പിൾ ആയിട്ട് മാക്സിമം പോകാൻ നോക്കാം. ഈ 10⁻⁻6 10⁻⁻6 ഇത് നോക്കുമ്പോൾ തന്നെ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാമല്ല, അതപ്പം തന്നെ കോമൺ ആക്കി എടുക്കാം. അപ്പൊ ബാക്കി എന്താ 4 × 10⁻⁻6 പ്ലസ് 2 × 10⁻⁻6 ഇൻറ്റു 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ, നമുക്ക് ഇതിനെ കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 4 + 2 എത്ര? 4 + 2 6. അങ്ങനെ തന്നെ 4 + 2 ഇൻറ്റു 10⁻⁻6. അപ്പൊ നമുക്ക് അങ്ങനെ എടുത്താലുള്ള ഗുണം എന്താ? നമുക്ക് ഇതിനെയും കട്ട് ചെയ്ത് കളയാം അല്ലേ? ഇതൊരു 1/2 ഉണ്ട്. ഇനി നോക്കിക്കേ 4 × 2 8 ഡിവൈഡഡ് ബൈ 2 എത്ര? 4 ആയി അല്ലേ? അപ്പൊ അതോടെ അവിടത്തെ എല്ലാം തീർന്നു. അപ്പൊ 4 എവിടെ? എവിടെ ഇക്വേഷൻ ചേച്ചി തെറ്റായി ചോദിച്ചേക്കാം. ഇവിടെ ഇൻറ്റു. ഓക്കെ 4 × 2 8/2 4. അപ്പൊ 4 കിട്ടി. പിന്നെ നമുക്കിവിടെ ന്യൂമറേറ്ററിൽ പിന്നെ ബാക്കി ആരാ ഉള്ളത്? ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ബാക്കി ഇവിടെ 6 × 10⁻⁻6 പോയി, 6 മാത്രമേ ഉള്ളൂ. അപ്പൊ 4/6 × 10⁻⁻6. ഓക്കെ എവിടെ വരെ എത്തി? 4/6 ഇൻറ്റു, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇനി 200 സ്ക്വയർ നമുക്ക് 4 × 10⁻4 ആക്കി എടുക്കാം. പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ നിങ്ങൾ ചെയ്താ എന്നാ ചെയ്തവർക്ക് ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ ഇല്ല, അവന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം, കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ടൈം പോകും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. 2 charges, നിനക്ക് പറഞ്ഞുതരാം, കിട്ടി ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടാ, കുഴപ്പമില്ല. 2 charges 5 × 10⁻⁻8 coulomb, 5 × 10⁻⁻8 coulomb and -3 × 10⁻⁻8 coulomb are located are located 60 centimeter apart. 16 centimeter, 16 centimeter apart. At what point on the line joining, at what point on the line joining, at what point on the line joining the two charges at what point on the line joining the two charges the electric potential 0, the electric potential 0, the electric potential 0. ഓക്കെ എഴുതിയാ? ക്വസ്റ്റ്യൻ എഴുതില്ല, ഒന്നുകൂടെ വായിക്കണോ? ഓക്കെ, മറ്റേ ക്വസ്റ്റ്യൻ കഴിയാത്തവർ അത് കംപ്ലീറ്റ് ചെയ്തോട്ടാ. നമുക്കിത് നോക്കാം. 2 charges 5 × 10⁻⁻8 coulomb and -3 × 10⁻⁻8 coulomb are located 16 centimeter apart. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 2 ചാർജസ് ഉണ്ട്. 5 × 10⁻⁻8 coulomb and -3 × 10⁻⁻8 coulomb. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ. അറ്റ് വാട്ട് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ 2 charges ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0. ഈ 2 ചാർജസിനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഇത്. ഈ ലൈനിൽ എവിടെയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പൊ നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനിൽ എവിടെയാണ് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഇത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് വാട്ട് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ 2 charges ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0. ഈ 2 ചാർജസിനെയും ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഇത്. ഇതിൽ ഈ ഒരു ലൈനിൽ ഒരു പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഫസ്റ്റ് ചാർജും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ സെക്കൻഡ് ചാർജ്, അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് ടോട്ടൽ 16 അല്ലേ, അപ്പൊ ഇവിടെ എത്രയായിരിക്കും?
16 മൈനസ് എക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ പോയിന്റില് ഈ ഒരു ചാർജ് കൊണ്ട് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു ചാർജ് കൊണ്ടും ഇവിടെ എന്തുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാവുന്നതിനെ നമുക്ക് V1 എന്നും കൊടുക്കാം. ഇതുകൊണ്ടും എന്തുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിനെ നമുക്ക് V2 എന്ന് കൊടുക്കാം. ഓക്കെ, നെറ്റ് പൊട്ടൻഷ്യൽ V is equal to V1 plus V2. ഓക്കെ, എഴുതിക്കോ, വരച്ചോട്ടെ, വരച്ചിട്ടുണ്ടോ, വരച്ചു. V is equal to V1 plus V2. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, അറ്റ് വാട്ട് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0. ഇവിടുത്തെ പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്, 0 ആയിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് V is equal to 0. Then V1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റിന്റെ ഇക്വേഷൻ എന്താണ്, 1/4πε0 Q/R. ഓക്കെ, അത് നമുക്ക് എഴുതാം 1/4πε0. ഫസ്റ്റ് V1 എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ അല്ലേ നമ്മൾ V1 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ചാർജ് എന്തായിരിക്കും, നമ്മുടെ ഇക്വേഷൻ എന്താണ്, V is equal to 1/4πε0 Q/R അല്ലെ. അപ്പൊ നമ്മൾ V1 എഴുതുമ്പോൾ 1/4πε0, ഇവിടുത്തെ Q എന്താണ്, V1ന്റെ Q എന്താണ്, ഇത് 5 × 10⁻⁻8. 5 × 10⁻⁻8 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് നമ്മൾ എത്ര എടുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് ചാർജും എക്സ് പ്ലസ് നമുക്കിനി അടുത്തത് V2 എഴുതാം. V2 എന്ന് പറയുന്നത് ഈ ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ആണ് V2 എന്ന് പറയുന്നത്. V2 എന്ന് പറയുമ്പോൾ 1/4πε0 -3 × 10⁻⁻8 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, 16 - x. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കാം. 1/4πε0, ഇത് മൈനസ് ആണ്, ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആകും, ഇൻറ്റു ഏതാണ്, ഇതിന്റെയോ, ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമല്ലേ, ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമല്ലേ, അപ്പൊ കൺസിഡർ ചെയ്യണമല്ലോ. ജസ്റ്റ് നമ്മള് അത് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളതല്ലേ, അങ്ങനെ കൺസിഡർ ചെയ്യും. നമ്മള് ചാർജിന്റെ സൈൻ കൺസിഡർ അല്ലേ, നമ്മുടെ ന്യൂമറിക്കലൊക്കെ ഫുള്ള് തെറ്റി പോവില്ലേ ചെയ്യുമ്പോ. നമ്മള് ചാർജ് കൺസിഡർ ചെയ്യണമല്ലോ. ഓക്കെ, ഇത് നമ്മളിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മൈനസ് പോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അല്ല. 3 × 10⁻⁸8 ഡിവൈഡഡ് ബൈ 16 - x ഈക്വൽ ടു 1/4πε0 5 × 10⁻⁻8 ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, നമുക്ക് ഈ 1/4πε0യും ഇതും ഇല്ലടാ, മൈനസ് ഒന്നും ഇല്ല അവിടെ. 1/4πε0 1/4πε0 ക്യാൻസൽ ചെയ്തു. അതുപോലെ നമുക്ക് ഈ 10⁻⁻8ഉം 10⁻⁻8ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ ഉള്ളത് 3 ഡിവൈഡഡ് ബൈ 16 - x ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, ഇത് നമുക്കിനി സോൾവ് ചെയ്താൽ മതി. ഇത്ര എഴുതി കഴിഞ്ഞ 3x ഈക്വൽ ടു 5 × 16 - x. 3x ഈക്വൽ ടു 5 × 16 - 5x. ബാക്കി ഇങ്ങോട്ട് എഴുതണേ. ഈ -5 ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് ആയി. 8x ഈക്വൽ ടു 5 × 16. Then x equal to 10 centimeter. എഴുതി അത്രയും മനസ്സിലാക്കി എഴുതട്ടെ, ജസ്റ്റ് നോക്കി എഴുതി വെക്കരുത്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യും. എക്സാമിന് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കണം. നിങ്ങൾക്ക് മനസ്സിലായടാ? മറ്റേ ക്വസ്റ്റ്യൻ മനസ്സിലായോ ചെയ്തത്? അതല്ലടാ, സോൾവ് ചെയ്തതിനൊക്കെ മനസ്സിലായോ? കുഴപ്പമില്ല. അടുത്തത് ഇതെങ്ങനെ എടുത്തത് ഇത് പറഞ്ഞുതരാം. നമ്മളിപ്പോ LCM എടുക്കണല്ലേ, അപ്പൊ ഈ C1 കൊണ്ട് ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ. അപ്പൊ C1 × C, അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? C1²
v1 സ്ക്വയർ പ്ലസ് ഇനി നമുക്ക് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? c1 c2 v2 സ്ക്വയർ പ്ലസ് അടുത്ത നമുക്ക് ഈ c2നെ കൊണ്ട് നമുക്ക് ഇവരെ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ c2 നോക്കിയാൽ c2 c1 ഇൻറ്റു v1 സ്ക്വയർ പ്ലസ് നമുക്ക് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. c2 സ്ക്വയർ v2 സ്ക്വയർ മൈനസ് പിന്നെ ഇത് തന്നെ അങ്ങോട്ട് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി വെച്ചു. ഓക്കെ, മിഷൽ ഡൗട്ട് ഉണ്ടോ അവിടെ എന്തെങ്കിലും? ഇല്ലല്ലോ. അവിടെ നിന്റെ പേരെന്താണ്? ശ്രുതി. സെലീന? ഓക്കെ, എന്താ ഇവിടെ സൈൻ ഡൗട്ട് ആണോ? നീ എഴുതിയാ? ഇത് ഞാൻ പറഞ്ഞുതരാം. എന്നാ കണ്ടുപിടിക്കട്ടെ, ഇന്ന് കണ്ടുപിടിച്ചിട്ട് പോയാ മതി. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാന്നാ. അഖില് കിട്ടിയല്ല? ഓക്കെ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. അപ്പൊ എക്സ് 10, 16 മൈനസ് 10 എന്ന് പറയുമ്പോൾ 6. അപ്പൊ ഏത് പോയിന്റിലാണ് നമ്മുടെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് വരുന്നത്? ഈ ഒരു ചാർജിൽ നിന്ന് 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലും അവിടെ നിന്ന് 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലും ആയിട്ടുള്ള ആ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ എന്തായിട്ട് വരുന്നത്? 0 ആയിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് ചെയ്ത് നോക്കുക കേട്ടോ ഒരു പ്രാവശ്യം കൂടെ. ഇപ്പൊ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് ഇത് തന്നെ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് പഠിക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം ഒരു പ്രാവശ്യം ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സെയിം വാല്യൂസ് വെച്ച് വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ പല ടൈപ്പ് ചെയ്യിപ്പിക്കും. നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് എഴുതി പഠിക്കുക ഒരു പ്രാവശ്യം. ഓക്കെ, പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. A regular hexagon, ഗൗരി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. A regular hexagon of side 10 centimeter has a charge of 5 coulomb, 5 microcoulomb at each of its vertices. A regular hexagon of side 10 centimeter has a charge of 5 microcoulomb at each of its vertices. Calculate the potential at the center of the hexagon. Calculate the potential at the center of the hexagon. Calculate the potential at the center of the hexagon. Okay, അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഹെക്സഗൺ എത്ര സൈഡ് ഉണ്ടാവും? 6 സൈഡ്സ് ഉണ്ടാവും. ഒരു ഹെക്സഗൺ വരച്ചോ, കറക്റ്റ് ആയിട്ട് വരക്കണം കേട്ടോ. അതായത് ഹെക്സഗൺ ആയിട്ട് തന്നെ ഇരിക്കണം, ഞാൻ വരക്കണ പോലെ ആവരുത്. ഓക്കെ ഓക്കെ കറക്റ്റ് ആയില്ലേ? ഓ ഇവന്റെ പെന്റാണായത്, ഞാൻ ഓർത്ത് എന്റേതായിരുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു ഹെക്സഗൺ വരക്കുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ. ഇതിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ has a charge of 5 microcoulomb at each of its vertices. എല്ലാ വെർട്ടിസസിലെയും ചാർജ് 5 microcoulomb ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹെക്സഗൺ ഉണ്ട്, അതിന്റെ സൈഡ് എല്ലാം 10 സെന്റിമീറ്റർ ആണ്. പിന്നെ എല്ലാ വേർട്ടിസസിലുള്ള ചാർജ് 5 മൈക്രോകൂളോംബ് ആണ്. ഇനി ഇതിന്റെ ഉള്ളിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസും എത്ര തന്നെ ആയിരിക്കും? ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസും കറക്റ്റ് എത്ര തന്നെ ആയിരിക്കും? 10 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞ പെർഫെക്റ്റ് ആയിട്ട് വരക്കണം. ഇപ്പൊ ഞാൻ വരച്ചപ്പോ കണ്ട കറക്റ്റ് സെന്റിമീറ്റർ ആയിട്ട് വരുന്നില്ല. അപ്പൊ ഉള്ളിലേക്കുള്ള സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എല്ലാത്തിന്റെയും 10 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഹെക്സഗണിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അപ്പൊ 0 അല്ല. പൊട്ടൻഷ്യൽ ഉള്ളിലുള്ള എപ്പോഴും പൊട്ടൻഷ്യൽ 0 ആയിരിക്കില്ല. അത് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ചാർജ് ആണെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലോ സ്ഫിയറിന്റെ ഉള്ളിലുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്തായിട്ടാ പഠിച്ചത്? 0 ആയിരിക്കും. പക്ഷെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കില്ല.
ഓക്കെ, അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്, സർഫസിലുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 Q/r അല്ലെ? അപ്പൊ ഒരു ഹെക്സഗൺ എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു *6 ചെയ്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ കണ്ടു പേടിക്കരുത്, ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും, പക്ഷെ ആൻസർ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു ഹെക്സഗണിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും എല്ലായിടത്തും ഇപ്പൊ എല്ലാം ഈക്വൽ ആയതുകൊണ്ട് തന്നെ, ഇപ്പൊ 10 സെന്റിമീറ്റർ 5 മൈക്രോ കൂളോം ചാർജ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച സെയിം പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും, *6 വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതങ്ങ് ചെയ്താൽ മതി. V = 6 × 1/4πε0 Q/r ചെയ്യാലോ. ഇനി 1/4πε0യുടെ വാല്യൂ എത്രയാണ്? എത്രയാ പഠിച്ച? 9 × 10⁹. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തോ. ഇൻറ്റു Q. മൈക്രോ കൂളോമ്പൊക്കെ കൂളോമ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. 5 × 10⁻⁻6 divided by distance 10 സെന്റിമീറ്റർ. 10 × 10⁻⁻2 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, ചെയ്ത് നോക്കിട്ട് എത്രയാന്ന് പറയാട്ടാ. ആ 270 × 10⁻4 ആയാലും ഓക്കെ, അത് കറക്റ്റ് ആണ്. 10⁻⁻14 അത് വരില്ല. -14 എങ്ങനെ വരും നോക്കട്ടെ. നോക്കട്ടെ, നിനക്ക് എത്ര കിട്ടിയ? കറക്റ്റ് കിട്ടിയില്ലേ? ആ 27 × 10⁻5 അല്ലെങ്കിൽ 270 × 10⁻4 വരും. -9 എവിടെ പോകുന്നു? വേണ്ട, 9 മതി. പോയി, അവിടെ തന്നെ പോയി, അതാ പറ്റിയത്. അതെ, ഈ -9 എവിടെ നിന്ന് വന്നു? മൈനസ് എവിടെ നിന്ന് കൊണ്ടുവന്നു? കൈ തട്ടിയതല്ല, നീ മൈനസായിരുന്നു ഇട്ടത്, അവളും മൈനസാ ഇട്ടത്. കൈ തട്ടിയതാണ്. കിട്ടിയാ? കിട്ടി. അഭിരാം കിട്ടിയാ? നിനക്ക് കിട്ടിയല്ല? കിട്ടിയാടാ? നിനക്ക് ഡൗട്ട് ഉണ്ടോ? പേനത് ഇതെന്താ ചേട്ടാ ഈ -9? സെന്റിമീറ്റർ, 10 സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ നോക്കണ്ട. 6 × 9 നോക്കിക്കോട്ടെ, നീ നോക്കിക്കോ. 6 × 9 × 10⁻9 ഇൻറ്റു, പിന്നെ നമുക്ക് ചാർജ് 5 × മൈക്രോ കൂളോമ്പിനെ കൂളോമ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻⁻6. ഈ അറിയാവുന്ന കാര്യം, അറിയില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ മൈക്രോ കൂളോമ്പിനെ കൂളോമ്പിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻⁻6. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻². മില്ലിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാനായിട്ട് ഇൻറ്റു 10⁻²-3. ഇതൊക്കെ ജസ്റ്റ് അറിയില്ലെങ്കിൽ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചിട്ടേക്കാം. ഇനി നമുക്ക് ഫുള്ള് ഇത് തന്നെയാണ് വേണ്ടത്, കൺവേർട്ട് ചെയ്ത് പോവാം. 5 × 10⁻6 ഡിവൈഡഡ് ബൈ, ഇനി R എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന? 10 സെന്റിമീറ്റർ. അപ്പൊ 10 × സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 10⁻². ഇനി ഈ 10⁻⁻ സിമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ഈ 10⁻⁻ പൊക്കത്തേക്ക് എടുക്കാം. അപ്പൊ അതെന്താവും? 10⁻+ ആവും. അപ്പൊ പവർ മാത്രമല്ലേ ഡൗട്ട് ഉള്ളു. 10⁻⁻2 ഇപ്പുറത്തേക്ക് ഏതാണ്? നീ അത് നോക്കണ്ട, അത് ഞാൻ 2 എഴുതിയേക്കണതാ, നീ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. ഇപ്പൊ മനസ്സിലായല്ല? ഇതാണേ പറ്റിയത്. ജസ്റ്റ് നമ്മള് അത് നിങ്ങൾ ബോർഡ് നോക്കണ്ട, നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിച്ചോ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 10⁻2 -2. ഓക്കെ, ചെയ്തോട്ടാ. നിനക്ക് ഏതാണ്?
എവിടെയാടാ? അതിനാണെങ്കിൽ നമുക്കിപ്പോ ഫൈനൽ ആൻസർ കണ്ട ഇപ്പൊ 10 സെന്റിമീറ്റർ അല്ലേ, അത് നമുക്ക് വേണമെങ്കിൽ 10 × 10⁻² എന്ന് പറഞ്ഞ് ഫൈനൽ ആൻസർ നമ്മൾ സെന്റിമീറ്ററിലാണ് എഴുതിയേക്കുന്നത്. അതിനെ വേണമെങ്കിൽ നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിക്കോ, പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ നമുക്കിപ്പോ ഫൈനൽ ആൻസർ സെന്റിമീറ്ററിലാണ് കിട്ടി, അങ്ങനെയാണെങ്കിൽ കൺവേർട്ട് ചെയ്തോ, അത് പ്രശ്നമില്ല. നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇവിടെയൊക്കെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തു പോണത്. ഓക്കെ, ഇതേവ കിട്ടിയില്ല, ഇതെങ്ങനെ വന്ന് കിട്ടിയില്ലേ? അത് കറക്റ്റ് ആണ്. $270 വരും. അപ്പൊ 27 ആണെങ്കിൽ 27 × 10⁵5. ഓക്കെ, കിട്ടിയില്ലേ? ഇതെന്താണ് ബഹളം? എന്താണ് അത് പെൻഡഗന വരച്ചു വെച്ചേക്കണ? ഇങ്ങനെ വരച്ച മാർക്കൊന്നും കിട്ടില്ല, വേണേ വരച്ചു വെച്ചോ. ഓക്കെ, ഇതുവരെ കണ്ടിട്ടില്ല ഈ ചെക്കൻ കണ്ടുപിടി. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. അത് എക്സാമിന് വരച്ചു വെച്ചോടാ. അതിന് മാർക്ക് തരാത്ത എന്താന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി. സൈറ്റ്സ് ഇത്ര ഉണ്ടെന്ന് എണ്ണി കാണിച്ചാൽ മതി. അപ്പൊ ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A spherical conductor of radius 12 centimeter has a charge of 1.6 × 10⁻⁷ coulomb. 1.6 × 10⁻⁷ coulomb distributed uniformly on its surface. What is the potential? മൂന്ന് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസൈഡ് ദ സ്ഫിയർ what is the potential? അത് കഴിഞ്ഞ മൂന്ന് സബ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസൈഡ് ദ സ്ഫിയർ. Second one, just outside the sphere. Third one, at a distance of 18 centimeter from the center of sphere. At a distance of 18 centimeter from the center of sphere. Okay, ഒന്നുകൂടെ വായിക്കാം. A spherical conductor of radius 12 centimeter has a charge of 1.6 × 10⁻⁷ coulomb distributed uniformly on its surface. What is the potential? Inside the sphere, just outside the sphere, at a distance of 18 centimeter from the center of sphere. Zero ആവില്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഓക്കെയാണ്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സ്ഫിയർ, വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ സ്ഫിയർ. പൊട്ടൻഷ്യലാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോഴത്തേക്ക് നമുക്കറിയാം സ്ഫിയറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ പൊട്ടൻഷ്യൽ എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കില്ല, അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പൊ ഔട്ട്സൈഡിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അത് തന്നെയായിരിക്കും ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെച്ചോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ നമുക്കറിയാം 0 ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ എന്തായാലും എന്താവില്ല? 0 ആവില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, പൊട്ടൻഷ്യൽ 0 ആവില്ല. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ കണ്ടുപിടിക്കാം. ഔട്ട്സൈഡ് ദ സ്ഫിയറും ഇൻസൈഡ് ദ സ്ഫിയറും ഈക്വൽ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് ദ സ്ഫിയർ കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സർഫസ്. ഓക്കെ, അതും കൂടി ആലോചിക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് അല്ല, വേറെ ഏത് ടൈപ്പ് ആണെങ്കിലും ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഓൺ ദ സ്ഫിയർ. അപ്പൊ ആ ബ്രാക്കറ്റിൽ, ആ ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയിട്ടോ. ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൺ ദ സ്ഫിയർ, അതായത് ഓൺ ദ സർഫസിലായിരിക്കും. ഓക്കെ,
നമുക്കൊരു സ്ഫിയർ വരക്കാം. റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ട് എടുത്തിട്ടുണ്ട്. റേഡിയസ് എത്ര പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ചാർജ് തന്നിട്ടുണ്ട് 1.6 × 10⁻⁻7 കൂളോം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ. ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓൺ ദ സർഫസ്, സർഫസിലുള്ള ചാർജ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഔട്ട്സൈഡ് ദ സ്ഫിയർ കണ്ടുപിടിക്കാം. ഔട്ട്സൈഡ് ദ സ്ഫിയറും ഇൻസൈഡ് ദ സ്ഫിയറും ഈക്വൽ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ കണ്ടുപിടിക്കാം. ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്ഫിയർ V is equal to നമ്മുടെ ഇക്വേഷൻ എന്താ? 1/4πε0. അതൊന്ന് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെ സെയിം തന്നെ, പൊട്ടൻഷ്യൽ പോയിന്റ് നോക്കുമ്പോഴത്തേക്ക് സെയിം തന്നെ. ഓക്കെ, 1/4πε0 Q/R. വൺ പോയിന്റ് കിട്ടുന്നുണ്ടോ? വൺ പോയിന്റ് തന്നെയാണ് കിട്ടിക്കുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഓക്കെ, ഏതാണ്? ഔട്ട്സൈഡിൽ നമ്മൾ ഔട്ട്സൈഡ് സർഫസിലുള്ള, അതായത് ഓൺ ദ സർഫസിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ ഫസ്റ്റ് സെക്ഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇൻസൈഡ് ദ സ്ഫിയർ. അപ്പോ ഇൻസൈഡ് ദ സ്ഫിയർ, പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സ്ഫിയർ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ സ്ഫിയർ. അത് എഴുതി വെച്ചോട്ടാ. പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സ്ഫിയർ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ സ്ഫിയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമല്ല, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇത് മനസ്സിൽ കയറ്റി വെച്ചോട്ടാ. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇൻസൈഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ പൊട്ടൻഷ്യൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്? പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇപ്പൊ ഔട്ട്സൈഡിലുള്ള എന്താണോ പൊട്ടൻഷ്യൽ അത് തന്നെയായിരിക്കും ഇൻസൈഡ് ഉള്ളത്. അപ്പൊ പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ സർഫസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സർഫസ്. അതാണ് നമ്മുടെ സെക്ഷൻ എയുടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ സർഫസ് ഈക്വൽ ടു ഇൻസൈഡ് ദ സർഫസ്. ഇനി അടുത്ത സെക്ഷൻ, അടുത്ത നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് ജസ്റ്റ് അല്ല, നമ്മളിപ്പോ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പോയിന്റ് P, നമ്മളൊരു ഔട്ട്സൈഡ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അപ്പൊ എത്രയായി? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 18 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്ന് 18 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 18. അപ്പൊ ജസ്റ്റ് 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് വെച്ചൊന്ന് കണ്ടുപിടിച്ചോ പൊട്ടൻഷ്യൽ. V ഈക്വൽ ടു 1/4πε0 Q 1.6 × 10⁻⁻7 divided by 18 × 10⁻². എത്ര കിട്ടിയെന്ന് പറയട്ടാ. 9.8 8 × 10⁻3. ഓക്കെ, ഇതേതാണ്? ഇതല്ല, അടുത്തത് എന്താ സെയിമാനുള്ള റീസൺ കൂടി എഴുതി വെക്കുക. പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ സർഫസ് ഈക്വൽ ടു എഴുതി വെച്ചാ കിട്ടിയാടാ? കിട്ടിയാ? 8 × 10⁻3. ഓക്കെ, കിട്ടിയില്ലേ? അടുത്തത് ചെയ്തോ, ഇതുപോലെ തന്നെ ചെയ്തോ. ഇനി സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ് നോക്കാൻ. ഇനി ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഇന്ന് തന്നെ എഴുതി പഠിക്കണം, അപ്പൊ കിട്ടിക്കോളും. നോക്കിക്കേ, നമുക്ക് 9 ഉം 18 ക്യാൻസൽ ചെയ്യാല്ല. 1 9s are 9,
2 9s are 18. അപ്പോൾ ഇവിടെ 2 times അല്ലേ? അത് നമുക്ക് ഇത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കിക്കേ, -7 കട്ട് ചെയ്യണമെങ്കിൽ -7 ഇതെങ്ങനെ -7 2 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ -2. ഓക്കെ, ഇനി നമുക്കപ്പോൾ ഇത് പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ ഉള്ളത് 10⁻9 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻⁻2. സ്റ്റെപ്പായിട്ട് തന്നെ പോരട്ടെ. നമുക്ക് ഇനി ഇതിനെയും കൂടി കട്ട് ചെയ്ത് കളയാമല്ലോ. 2.8 അല്ലേ, 1.6. ഇപ്പം 2 നമുക്ക് 8 ഇപ്പം 16 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 1 2s are 2, 8 2s are 16. അപ്പോൾ ഒരു പോയിന്റ് വരുന്നു എന്നല്ല, അപ്പോൾ നമ്മൾ 0.8 എന്ന് എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 10⁻⁻2 പൊക്കത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താവും? പ്ലസ് ആവും. 10⁻⁻2 പൊക്കത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 10⁻2 എന്ന് പറയുമ്പോൾ -7 + 2 5 വരും. 10⁻⁻5 10⁻⁻5 പ്ലസ് 10⁻9 എന്ന് പറയുമ്പോൾ 10⁻4. 0.8 ഇൻറ്റു 10⁻4. ഓക്കെ, അഭിരാം ചെയ്യുന്നുണ്ടോ നോക്കിയപ്പോൾ എത്രയാണ് ചെയ്യുന്നുണ്ടോ? കിട്ടിയാ? ആ, കറക്റ്റ്. ഓക്കെ, കിട്ടിയല്ല? ശ്രുതി കിട്ടിയാ? ചെയ്തിട്ടുണ്ടോ? കിട്ടിയാടാ? ഇല്ല, നോക്കട്ടെ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനാ? ഫസ്റ്റ് വൺ ആണോ ഇത്? ഇത് കിട്ടിയില്ലടാ നമുക്കവിടെ. അത് 1.2. ഇത് 1.2 ഇൻറ്റു 10⁻4. ഇതാണോ കിട്ടാത്തത്? ഏതാ കിട്ടാത്ത? പവർ മാറ്റിയതാണോ കിട്ടാത്തത്? ഇവിടെ നോക്കിക്കേ, ഇത് നോക്കിക്കേ. 18 9 1 9s are 9. ഓക്കെ, 9 ഇൻറ്റു 2 18. അപ്പോൾ ഇവിടെ 2 അല്ലേ വരൂ? ഓക്കെ, 2 അല്ലേ വരുള്ളൂ? ചെയ്ത് കാണിച്ചായിരുന്നു. 9 ഇൻറ്റു 10⁻9 ഇൻറ്റു നമുക്ക് ചാർജ് എത്ര കിട്ടിയിരിക്കുന്നത്? Q എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻7 അല്ലേ, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അടുത്ത ഡിസ്റ്റൻസ് എത്രയാണ് എടുത്തിരിക്കുന്നത്? ഔട്ട്സൈഡ് ദ സർഫസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 16 ആണോ 18 ആയിരുന്നോ അവിടെ? 18 സെന്റിമീറ്റർ ആയിരുന്നു. അതാണ് മിസ്റ്റേക്ക്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 18 സെന്റിമീറ്റർ. അപ്പൊ 18 ഇൻറ്റു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻2 2 ടൈംസ്. ഓക്കെ, അത് മിസ്റ്റേക്ക് വന്നതാണ്. നമുക്കിത് കട്ട് ചെയ്യാമല്ലോ. ഇത് കട്ട് ചെയ്യുമ്പോൾ 0.8 വരും. ഓക്കെ, പിന്നെ പവേഴ്സ് മാത്രം മാറ്റിയാൽ മതി. 10⁻⁻2 പൊക്കത്തേക്ക് പോകുമ്പോൾ 10⁻2 ആകും. -2 പ്ലസ് -7 പ്ലസ് 10⁻⁻2 എന്ന് പറയുമ്പോൾ 10⁻2 എത്ര വരും? -5 വരും. 10⁻9 ഇൻറ്റു 10⁻⁻5 വരുമ്പോൾ 10⁻4. അപ്പോൾ 0.8 ഇൻറ്റു 10⁻4 വരും. ഓക്കെ, ഓക്കെ, കിട്ടിയില്ലേ? അത് കിട്ടിയില്ലേ? ഇപ്പോഴും കിട്ടിയാടാ? ഇത് കിട്ടിയ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ? ഡൗട്ട് ഉണ്ടോ? ഇതേതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനാ? ഇത് കിട്ടി. ഇപ്പോഴത്തെ അത് കിട്ടിയില്ലേ? നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ മതിയാന്നാ? ഏതാണ്? ഫൈനൽ ആൻസർ കറക്റ്റ് അല്ലേ? 8/3 ഇൻറ്റു 10⁻. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതിക്കോ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ with air between the plate has a capacitance of 8 picofarad. പൈക്കോ ഇഷ്ടപ്പെട്ടില്ലേ? 10⁻⁻2 അല്ല, അത് നാനോ അല്ലേടാ. പൈക്കോ എന്ന് പറയുമ്പോൾ 10⁻⁻12.
ഓക്കെ, എവിടെ വരെ എത്തി? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. What will be the capacitance? What will be the capacitance if the distance between the plate is reduced to half? Distance between the plate is reduced to half, and the space between them filled with reduced to half, and the space between them filled with dielectric constant 6. Okay, എഴുതിയാ? ഒന്നുകൂടെ വായിക്കാം. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. What will be the capacitance if the distance between the plate is reduced to half and the space between them filled with a dielectric constant 6? Okay, അപ്പോൾ ഫസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും തന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. അതിന്റെ ഇടയിൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? എയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എയർ ആണ്. അതിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 8 picofarad ആണെന്ന് പറഞ്ഞ് നമുക്ക് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഡിസ്റ്റൻസ് d. ഓക്കെ, അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്? What will be the capacitance if the distance between the plate is reduced to half? ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് d ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഹാഫ് ആകുമെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ദ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6. ഓക്കെ, നമ്മുടെ കപ്പാസിറ്റർ വെച്ചു. ഇനി ഡിസ്റ്റൻസ് എത്രയായി എന്നാ പറഞ്ഞത്? ഹാഫ് ആയി, d/2 ആയി. പിന്നെ ഇവിടെ എയർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് പിന്നെ എന്തായി? എപ്സിലോൺ r ഈക്വൽ ടു 6 ആയി. ഓക്കെ, ഇതിന്റെ കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഡൈഇലക്ട്രിക് വന്നിട്ടുള്ള കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എപ്സിലോൺ r എപ്സിലോൺ 0 a ഡിവൈഡഡ് ബൈ d. d ആണ്, പക്ഷെ ഇവിടെ എന്താണ്? ഹാഫ് ആയി. അപ്പൊ എന്തായി? d/2. ഇവിടുത്തെ കപ്പാസിറ്റൻസ് നമുക്ക് അറിയാം. സാധാരണ എയർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? c is equal to എപ്സിലോൺ 0 a/d. ഇവിടെ ഒരു ഡൈഇലക്ട്രിക് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞത് എന്താണ്? ഡിസ്റ്റൻസ് റെഡ്യൂസ് ടു ഹാഫ് ആയി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇല്ലേ? ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 ഇൻറ്റു എപ്സിലോൺ ആറിന്റെ വാല്യൂ എത്രയാണ്? 6 ഇൻറ്റു 8. പൈക്കോഫാരഡിനെ ഫാരഡിലേക്ക് ആക്കാനായിട്ട് 10⁻⁴ കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തില്ലെങ്കിലും ഇപ്പൊ ജസ്റ്റ് അത് ഓരോരുത്തരുടെ ഇഷ്ടം, കൺവേർട്ട് ചെയ്യണോ വേണ്ടോ ഇഷ്ടം. ഇത് ഇത്ര കിട്ടിയില്ലേ? 96 കിട്ടിയല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഗൗരി ക്ലിയർ ആയ? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണോണ്ടല്ല, അന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവൂല ചെയ്യാൻ, പക്ഷെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന രീതി പോലെ ഇരിക്കും. ഓക്കെ, എന്താ ഡൗട്ട് ഉണ്ടാ? എന്തേ ഒന്ന് പോയി? 8 ഇൻറ്റു 2 ഇൻറ്റു 6 96. അത്രയും മതി. ഏത് ഡി? നോക്കിക്കേ, നമുക്ക് ഇതാണ് നമ്മുടെ എയറിലുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തല്ലോ, 2 പൊക്കത്തേക്ക് പോയി, അത് നമ്മൾ 8 ആക്കിയില്ലേ. ഓക്കെ, അടുത്തതിലേക്ക് പോവാന്നോ? അടുത്ത എഴുതിക്കോ. 3 capacitors each of capacitance 3 capacitors each of capacitance
9 picofarad. 9 picofarad are connected in series. Are connected in series. Okay. First question, what is the total capacitance of the combination? What is the total capacitance of the combination? What is the total capacitance of the combination? Okay. Second question, what is the total capacitance of the combination? Next one, what is the potential difference? What is the potential difference across each capacitor? What is the potential difference across each capacitor if the combination is connected to? What is the potential difference across each capacitor if the combination is connected to a 120 volt supply? 120 volt supply. What is the potential difference across each capacitor if the combination is connected to a 120 volt supply? 120 volt supply. First section on the Sunday. First section, 3 capacitor, each of capacitance 9 picofarad are connected in series. What is the total capacitance of the combination? Conversion direct കണ്ടുപിടിച്ച 3 picofarad ലാസ്റ്റ് കൺവേർട്ട് ചെയ്തു. വേണ്ട, കോമ്പിനേഷൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്തു. 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 3ന്റെയും വാല്യൂ 9 picofarad. ഓക്കെ, 9 picofarad. ഫസ്റ്റ് സെക്ഷൻ, വാട്ട് ഇസ് ദ കപ്പാസിറ്റൻസ്. അപ്പൊ 3 വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? 3 എങ്ങനെയാ പഠിച്ച? കറക്റ്റാ, ചെയ്തോ. ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, കഴിഞ്ഞില്ലേ? എത്ര കിട്ടി? 3 ഫാരഡ്. ഇത് കിട്ടിയില്ല? ഇത്രയും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ അത്രയും? ഇല്ല, കിട്ടിയില്ല. കിട്ടി. എങ്ങനെയാ വന്നൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, ഇക്വേഷൻ നമുക്ക് സാധാരണ സീരീസിന്റെ ഇക്വേഷൻ എന്താ? 1/CS is equal to 1/C1 plus 1/C2 plus 1/C3 അല്ലെ? പിന്നെ ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമുക്ക് നോക്കിക്കേ, C1ഉം C2ഉം C3ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 1/CS is equal to 1/C plus 1/C plus 1/C അല്ലെ? അപ്പൊ 3/C എന്നാവൂലേ? ഇത് 1/CS is equal to 3/C എന്ന്. അപ്പൊ റെസിപ്രോക്കൽ ആകുമ്പോ CS is equal to എങ്ങനെ വരും? ഏത്? C ന്റെ 3 കപ്പാസിറ്റേഴ്സ്, 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ C/3 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3 കപ്പാസിറ്റേഴ്സ്, 3 കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ 1, 2, 3. ഓക്കെ, ഈച്ച് ഓഫ് കപ്പാസിറ്റൻസ് 9 picofarad. അപ്പൊ നമുക്ക് ഇവിടെ ആകെ തന്നിരിക്കുന്ന C ആണ്, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 9/3. ഓക്കെ, 9/3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു പൈക്കോഫാരഡിനെ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 10⁻⁻². ഓക്കെ, കിട്ടിയില്ല അത്രയും? ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് ഓഫ് ദ കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 120 വോൾട്ട്? കണ്ടുപിടിച്ചോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. C is equal to Q/V. V is equal to Q/C. അപ്പൊ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? Q കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് Q കണ്ടുപിടിക്കുക. Q ഈക്വൽ ടു CV. C നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 × 10⁻⁻12 ഇൻറ്റു V എത്ര? 120. അത് വെച്ച് C കണ്ടുപിടിക്കുക, Q കണ്ടുപിടിക്കുക. ആ Q ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തിരിച്ചു കിട്ടുമെന്നോ? QCV തിരിച്ചു വരും. അത് ആ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കറക്റ്റ് തന്നെ തിരിച്ചു വരും പറഞ്ഞു വരുമ്പോ. QCV വെച്ച് ചെയ്താലും മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് തന്നെ കിട്ടും. എത്ര കിട്ടിയെന്ന് പറയാം, ഫൈനൽ ആൻസർ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നില്ല, ആ ഒരു സ്റ്റെപ്പാക്കി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളു. മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ. നിങ്ങൾക്ക് എത്ര കിട്ടിയ ആൻസർ?
വെള്ളം കുടിച്ചോ. 120. ഇതിന്റെ കാര്യമല്ല, അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്തോ, അതൊക്കെ. ഇനി അതിൽ കൊണ്ടുവന്ന ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യൂ. ഫൈനൽ ആൻസർ എത്ര? 120 വരില്ല. 120 എങ്ങനെ വരും? ക്യൂ എത്ര കിട്ടിയ? 360 × 10⁻⁻12 അല്ലേ? ഡിവൈഡഡ് ബൈ സി എത്ര? നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചത് 3. 120 വരുമോ? ഓക്കെ നോക്കട്ടെ. ഞാൻ ചെയ്തത് തിരിച്ചാണ്. ഞാൻ ചെയ്തത് ഇപ്പൊ Q × CV 360 × 10⁻⁻12 P is equal to Q by C. 360 × 10⁻⁻12 divided by കപ്പാസിറ്റൻസ് ഇട്ടിരിക്കുന്ന 9 അല്ലേ ഇടേണ്ടത്? വാല്യൂ കിട്ടി. 9 വെച്ച് 9 ഇട്ടാ മതി. 9 പൈക്കോഫാരഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തോ, ഫൈനൽ ആൻസർ 40 വരും. ഇത് കിട്ടി. ഇത് കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ 9 പൈക്കോഫാരഡ് ഇട്ട് കൊടുത്താൽ മതി. ക്വസ്റ്റ്യനിലുള്ളത് തന്നെ 9. ഒരെണ്ണത്തിന്റെ എല്ലാത്തിന്റെ വാല്യൂസ് ഈച്ച് ഓഫ് ദ. നമ്മളോട് പറഞ്ഞേക്കുന്ന എന്താ? ഒരു കാര്യം ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചേ. What is the potential difference across each capacitor if the combination? Q കണ്ടില്ലേ? ഒരു മിനിറ്റ്. ഇത് നമുക്കിപ്പോ എത്ര കിട്ടി? 360 × 10⁻⁻12 കിട്ടി. ഓക്കെ, കിട്ടി. ഇനി നമുക്ക് ഈ C ഉദ്ദേശിച്ചേക്കുന്നത് എന്താ? ഈച്ച് കപ്പാസിറ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ V is equal to Q 360 × 10⁻⁻12 divided by ഈച്ച് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഓരോ കപ്പാസിറ്ററിന്റെയും കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഒരു കപ്പാസിറ്ററിന്റെ 9 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെയും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോരുത്തരുടെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു മിനിറ്റ്. ഇപ്പൊ ഈ മെത്തേഡ് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ 9 പൈക്കോഫാരഡിന് പകരം ഇപ്പൊ വേറെ, ഇതിപ്പോ വാല്യൂസ് എല്ലാം സെയിം ആണ്. ഇനി വാല്യൂസ് ഡിഫറെന്റ് ആയിട്ടുള്ള വരുവാണെങ്കിൽ ഈ കേസ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്കിപ്പോ ഒന്നും ചിന്തിക്കാതെ പറയാം ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ നിന്ന് പോകുന്ന വോൾട്ട് ടോട്ടൽ 120 ആണ്. ഈ 120 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും ഒരാൾക്ക് കിട്ടുന്നത്? 40. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചെഴുതാം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് 3ന്റെ വാല്യൂസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പറയാം. ഇവിടെ നിന്ന് 120 വോൾട്ട് ഫ്ലോ ചെയ്ത് പോകുന്നു, 3 പേർക്കും ഡിവൈഡ് ചെയ്ത് കിട്ടും. 3 വാല്യൂസും സെയിം ആയതുകൊണ്ട് പറയാനാണ് 3 പേർക്കും ഡിവൈഡ് ചെയ്ത് കിട്ടും. അപ്പൊ ഒരാൾക്ക് 40 വെച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. പക്ഷെ ഇവിടെ ഡിഫറെന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ, ഇവിടെ കപ്പാസിറ്റൻസ് ഇപ്പൊ 8, 6, 4 അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കണം. ഓരോരുത്തരുടെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ഇപ്പൊ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം, അതുപോലെ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. 3 capacitors of capacitance വന്നത് 120/3. നീ ഫസ്റ്റ് ചോദിച്ചതല്ലേ? അത് കറക്റ്റ് ആണ്. നമ്മൾ സീരീസ് ഇപ്പൊ 3 വാല്യൂസ് സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷെ നമ്മളിപ്പോ എക്സാമിന് എഴുതുമ്പോൾ അവർക്ക് സ്റ്റെപ്സ് വേണം. അതുകൊണ്ട് കറക്റ്റ് ഇത് തന്നെ ഫോളോ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ ഇവിടെ 120 വരൂലടാ. നോക്കിക്കേ, എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? വാട്ട് വുഡ് ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ? ഓരോ കപ്പാസിറ്ററിന്റെ പറഞ്ഞേക്കുന്നത്. എങ്ങനെ? വി ടോട്ടൽ 120. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. 120 ആണ്. by 3 ചെയ്ത് വിടാം, കുഴപ്പമില്ല.
അങ്ങനെയായാലും 40 കിട്ടും. പക്ഷെ മറ്റേ അപ്പൊ നമുക്ക് വാല്യൂസ് ഡിഫറെന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ 120 ഡിവൈഡ് ബൈ 3 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വരെ എഴുതി. 3 capacitors of capacitance 2 picofarad, 3 picofarad and 4 picofarad. Three capacitors of capacitance 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. What is the total capacitance of the combination? First question. Second question, atra ezhudiya total capacitance of the combination. Second one, determine the charge on each capacitor. If they are connected to a voltage source of 100 volt. Each capacitor, if they are connected to a voltage source of 100 volt. Again. Question കഴിഞ്ഞില്ലേ? എഴുതി കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല? ഓക്കെ, ഫിഗർ വരച്ചു. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാണോ നിർബന്ധമില്ല കേട്ടാ, സ്വന്തമായിട്ട് വരക്കാൻ നോക്കണം. ഓക്കെ, ആ പറഞ്ഞത് വെച്ച് വരക്കാലോ നമുക്ക്. 3 capacitors of capacitance 2 picofarad, 3 picofarad, 4 picofarad പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ? കപ്പാസിറ്റൻസ് എത്രയാ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കപ്പാസിറ്റൻസ് എത്ര വരും? 9 picofarad വരും. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? ഡിറ്റർമൈൻ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദേ ആർ കണക്റ്റഡ് ടു എ വോൾട്ടേജ് സോഴ്സ് ഓഫ് 100 വോൾട്ട്. ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നിന്റെയും ചാർജ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നോക്കിക്കേ, Q1 ഈക്വൽ ടു എങ്ങനെ വരും? C1 ഇൻറ്റു B. ഓക്കെ, C1 എത്രയാണ്? 2 ഇൻറ്റു ഞാൻ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, കുഴപ്പമില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. വേണ്ട ഹോംവർക്ക് വേണ്ട. ഓക്കെ, ഇത് ചെയ്താ? Q2 Q3 കണ്ടുപിടിച്ചാ? ഒന്നും ഉണ്ടാവൂല ചെയ്യാൻ, പക്ഷെ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് വായിക്കണം. ഈ ഫിഗർ നിങ്ങൾ തന്നെ വരക്കേണ്ടി വരും, കറക്റ്റ് ആയിട്ട് വരക്കണം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇതൊന്നും വരില്ല. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. പൊട്ടൻഷ്യൽ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മതിയായ? ഒരെണ്ണം കൂടി ചെയ്യാം. വലിയ ക്വസ്റ്റ്യനാ. മതിയായി.